കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ അമ്മയുമായും ഭർത്താവുമായും മകളുമായും സംസാരിച്ചു. എല്ലാ സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തു. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠനസമയം അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 ആരംഭിച്ച് വൈകിട്ട് 4:15 വരെയാണ് പുതിയ സ്കൂൾ സമയം. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി CBI. സൈബർ കുറ്റകൃത്യം വഴി ശേഖരിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് 743 ബാങ്ക് ശാഖകളിൽ പ്രതികൾ അക്കൗണ്ട് തുടങ്ങിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 10 പേരെ CBI അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ഞാവൽ പഴമിട്ട് വാറ്റിയ മദ്യവുമായി ഒരാൾ പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി രമേശാണ് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. 5 ലിറ്റർ ചാരായം പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തില് സഞ്ജുവിന് പിന്നാലെ സഹോദരന് സാലി സാംസണെയും ടീമിലെത്തിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KCL പ്രഥമ സീസണിലും സാലി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. 3-4 മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത്. കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരെ ആകുന്നത് ആലോചനയിലാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക. ഇത് നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും. അങ്കമാലി, ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ എറണാകുളം പാത 3 വരിയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും. കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ IT ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഗവർണറുടെ പരാമർശം. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കൾക്കായി ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ നിർമ്മിക്കണം. ഇതിന് ഒരുപാട് സഹായം ലഭിക്കുമെന്നും ക്ഷേത്ര ദേവസ്വങ്ങൾ ഇവ നിർമ്മിക്കാൻ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തച്ചനാട്ടുകര സ്വദേശിനിയായ നിപ്പ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് 39-കാരിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ്പ വാർഡിൽ ഇവരെ പ്രവേശിപ്പിച്ചു. സമീപകാലത്ത് സൗന്ദര്യവർദ്ധനയ്ക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആന്റിഓക്സിഡന്റാണ് ഗ്ലൂട്ടാത്തയോൺ. ചർമ്മത്തിന് തിളക്കം നൽകാനും ചുളിവുകൾ കുറയ്ക്കാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു. ചർമ്മത്തിന്റെ പ്രോട്ടീനുകൾക്കും ഹൈലൂറോണിക് ആസിഡിനും ഉണ്ടാകുന്ന നഷ്ടമാണ് മങ്ങിയതും അയഞ്ഞതുമായ ചർമ്മത്തിനു കാരണം. പലപ്പോഴും ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനുകൾ പോലുള്ള ചികിത്സകൾ ലഭ്യമാണെങ്കിലും അവയ്ക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്ലൂട്ടാത്തയോൺ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മികച്ച ആരോഗ്യം നിലനിർത്താൻ പ്രയോജനകരമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്. 2 മന്ത്രിമാരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അത് അടച്ചിട്ട സ്ഥലമാണെന്നും ഒരു മനുഷ്യനും അതിനുള്ളിലെ ഇല്ല എന്ന് പ്രസംഗിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അവരെ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ ആരാണ് മരണത്തിന്റെ വ്യാപാരിയെന്നും അദ്ദേഹം ചോദിച്ചു. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ചാണ്ടി ഉമ്മന് വന്ന ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പരാതി നൽകി ആം ആദ്മി പാർട്ടി. അപകടം ഗുരുതരമല്ലെന്ന വ്യാഖ്യാനം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുവെന്നും പരാതി. ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി VN വാസവൻ, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്.
ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. അമർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയിരുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. 36 തീർത്ഥാടകർക്ക് നിസ്സാര പരുക്കുകളേറ്റു. പരുക്കേറ്റവരെ റംബാനിലെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ടിരുന്ന മറ്റു ബസ്സുകളിലേക്ക് ഇടിക്കുകയായിരുന്നു. 4 ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു ഭഗവതി നഗറിൽ നിന്ന് തെക്കൻ കശ്മീരിലെ പഹൽഗാം ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു ബസ്സുകൾ. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ചന്ദർപൂട്ടിന് സമീപം രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു. ബസ്സുകളിൽ ഒന്നിന്റെ ബ്രേക്ക് തകരാറിലായതാണ് കൂട്ടിയിടിക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ജൂലൈ 5 രാവിലെ ജപ്പാനിലെ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി. ഇന്ന് രാവിലെ ജപ്പാനിലെ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തത്സുഗിയുടെ പ്രവചനം. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം ജപ്പാനിലേക്കുള്ള നിരവധി വിമാനയാത്രകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാന് $3.9 ബില്യൺ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളില് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട അടൂരിലെ അനാഥാലയത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ നടത്തിപ്പുകാരി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഗർഭിണിയായ പെൺകുട്ടിയെ പിന്നീട് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചെങ്കിലും പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന പരാതിയിൽ അടൂർ പോലീസ് കേസെടുത്തിരുന്നു. മണിപ്പൂരിൽ വൻ ആയുധവേട്ട. പോലീസും അസം റൈഫിൾസും സൈന്യവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 203 തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ഇന്നലെയും ഇന്നുമായാണ് 4 മലയോര ജില്ലകളിൽ പരിശോധന നടത്തിയത്. പിടിച്ചെടുത്തവയിൽ AK സീരീസിലുള്ളതും 21 ഇൻസാസ് റൈഫിളുകളും. പരിശോധനകൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രം സർസമീന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിൽ കയോസെ ഇറാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ അരങ്ങേറ്റം നടത്തുന്ന ചിത്രത്തിൽ കാജോളാണ് പൃഥ്വിരാജിന്റെ നായികയാകുന്നത്. മലയാളത്തിലെ ഏറെ ശ്രദ്ധ നേടിയ നിർമ്മാണ കമ്പനികളിലെ ഒന്നായ ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രം പ്രഖ്യാപിച്ചു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തന്, ഫഹദ് ഫാസില്, ശ്യാം പുഷ്കരന് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റിയിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രേമലു സംവിധാനം ചെയ്ത ഗിരീഷ് ഇടിയാണ് സംവിധായകൻ. ഇംഗ്ലണ്ടിനെതിരെ 2ാം ടെസ്റ്റിന്റെ 180 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സിൽ ആദ്യ വിക്കറ്റ് നഷ്ടം. ബെർമിംഗ്ഹാമിലെ 3ാം ദിനം അവസാനിക്കുമ്പോൾ 1-64 എന്ന നിലയിലാണ് ഇന്ത്യ. യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ജോഷ് ടങ്കിന്റെ പന്തിലെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു താരം. നിലവിലെ 244 റൺസിന്റെ ലീഡായി ഇന്ത്യക്ക്. നേരത്തെ ബെർമിംഗ്ഹാമിലെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 587-നെതിരെ ഇംഗ്ലണ്ട് 407-ന് പുറത്താവുകയായിരുന്നു. ജാമി സ്മിത്ത്, ഹാരി ബ്രൂക്ക് എന്നിവരുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് 6ഉം ആകാശ് ദീപ് 4ഉം വിക്കറ്റ് വീഴ്ത്തി. ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയാണ് 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ കൂടിന് സ്കോറിലേക്ക് നയിച്ചിരുന്നത്.